നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോ ഇങ്ങനൊരു കളിയല്ല അർജന്റീനയിൽ നിന്നും ഫൈനൽ പ്രതീക്ഷിച്ചത്. ഇതുവരെ ഒരു മത്സരത്തിലും അർജന്റീന ഇതുപോലെ നിറം മങ്ങിപ്പോയിരുന്നില്ല. അപ്പൊ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. വളരെ ദുരൂഹമായ ഒരു പ്രകടനമാണ് ഇന്ന് അർജന്റീനയുടെ ഭാഗത്തുണ്ടായത്. 80 മിനിറ്റ് കഴിയുമ്പോഴെങ്കിലും ഒരു കളിയിലേക്ക് വരുമെന്ന് വിചാരിച്ചു. ഇത് 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൽ സ്പെയിൻ ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് അർജന്റീന കളി ഓർത്തെടുത്തത്. അപ്പം അതിനുശേഷം അവസാനം ചില നല്ല നീക്കങ്ങൾ നടത്തി, ഒരു 3 അവസരങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ഇത് ഒരു 80 മിനിറ്റ് കഴിയുമ്പോഴാണ് സാധാരണ അർജന്റീന ഈജിപ്തിനെതിരായിട്ടുള്ള കളിയും മറ്റു പല കളികളും ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള കളിയും ഒക്കെ തുടങ്ങിയത്. അപ്പൊ ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ട്. മാനസികമായിട്ടാണോ അടവ് സംബന്ധിച്ചിട്ടാണോ പിന്നെ നമ്മുടെ ലൗട്ടോര മാർട്ടിനസിനെ ഇന്നെന്താണ് ഇറക്കാഞ്ഞത്? അദ്ദേഹത്തിന് പോലെ പരിക്കാണോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം കളിച്ചതേയില്ല. അതുപോലെ തന്നെ ഒരു മഞ്ഞക്കാർഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എൽസോ ഫെർണാണ്ടസിനെ പിൻവലിച്ച് മറ്റൊരാളെ ഇറക്കേണ്ടതായിരുന്നു. അപ്പൊ നിർണായകമായി ഗോളടിക്കുന്ന സമയത്ത് വരെ 10 കളിക്കാരെ അർജന്റീനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഈ ഒരു മഞ്ഞക്കാർഡ് വാങ്ങിച്ചിട്ടുള്ള എൽസോ ഫെർണാണ്ടസിനെ എന്തുകൊണ്ട് പിന്നെ സ്കലോണി പിൻവലിച്ചില്ല തുടങ്ങിയ കുറെ ചോദ്യങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇത്തരം വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തിയിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താൻ രാഷ്ട്രീയത്തിൽ എം എ ബേബി ഒരു വൻ തോൽവിയാണെങ്കിലും ആള് വലിയ ഫുട്ബോൾ ആരാധകനാണ്, പ്രത്യേകിച്ചും അർജന്റീനയുടെ തോൽവിയെ പറ്റിയൊക്കെ പറഞ്ഞു വരുന്ന ആ രീതി കണ്ടപ്പോൾ ഒരു വേള ഇതെടുത്ത് അമേരിക്കയുടെ മണ്ടയ്ക്ക് ചാർത്തുമോ എന്ന് പോലും സംശയിച്ചു പോയി. കാരണം ഈ കളിക്ക് ദുരൂഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ കളി നടക്കുന്നത് അമേരിക്കയിലാണല്ലോ. ഇനി ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ടാണ് അർജന്റീന തോറ്റുപോയതെന്ന് ഇയാൾ പറയുമോ എന്ന് പോലും സംശയിച്ചു പോയി. തെറ്റു പറയാൻ പറ്റില്ല, ഇടതുപക്ഷക്കാർ അങ്ങനെയാണ്. എന്നാലും കളി മുഴുവൻ കണ്ടു അദ്ദേഹം. വിലയിരുത്തൽ ഏറെക്കുറെ ശരിയാണ്. 80 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷവും അർജന്റീന കളിയിലേക്ക് തിരിച്ചു വന്നില്ല. മാത്രമല്ല പന്ത് കൂടുതലും കൈവശം വെച്ചതും സ്പെയിനായിരുന്നു. അർജന്റീന ചിത്രത്തിലേ ഇല്ലായിരുന്നു എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഈ വിശകലനം വന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഇടതുപക്ഷക്കാർ കുറച്ചുകൂടി നല്ല രീതിയിൽ വിശകലനം നടത്തേണ്ടതാണ്. ഫുട്ബോൾ എന്നത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു കളിയാണ്. അവിടെ ഏകാധിപത്യ സ്വഭാവം ആർക്കും അത്ര നല്ലതല്ല. സ്പെയിന് 11 കളിക്കാരുണ്ടെങ്കിൽ അവർക്ക് മാത്രമല്ല പന്ത് തട്ടേണ്ടത്. വല്ലപ്പോഴും എതിർ ടീമായിട്ടുള്ള അർജന്റീനയുടെ 11 പേരിൽ ചിലർക്കെങ്കിലും ബോൾ കൊടുക്കണമെന്നും അവരുടെ ഗോൾ പോസ്റ്റിലേക്ക് ഏതാണ്ട് 10 തവണയോളം ഈ ഗോൾ ലക്ഷ്യമാക്കി പന്തടിച്ച് വിട്ടപ്പോൾ ഒരു തവണയെങ്കിലും സ്പെയിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് ബോൾ അടിച്ചു വിടാനുള്ള ഒരു അവസരം അർജന്റീനയ്ക്ക് കൊടുക്കണം എന്ന തരത്തിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവർ പറയേണ്ടത്. എന്നാൽ ആ രീതിയിലോട്ടുള്ള ഒരു വിശകലനത്തിലേക്ക് എം എ ബേബി വന്നിട്ടില്ല എന്ന് കാണാം. ശരിക്കും അങ്ങനെയാണ് വരേണ്ടത്. ഒരു പക്ഷേ എം സ്വരാജിൻ്റെ വിശകലനം വരുമ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഫൈനൽ, അതായത് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ കൂടെ മികച്ച കളിയായിരിക്കും പ്രതീക്ഷിക്കുക. പക്ഷേ ഏകപക്ഷീയമായിട്ടുള്ളൊരു കളിയാണ്. അവിടെ ഒരു ഗോളേ വന്നിട്ടുള്ളൂ എങ്കിലും കളി മുഴുവൻ നിയന്ത്രിച്ചതും എപ്പോൾ ഗോളടിക്കണമെന്നൊക്കെ തീരുമാനിച്ചതും സ്പെയിനാണ് എന്ന് കാണുന്ന ആർക്കും തോന്നിപ്പോവും. ആ രീതിയിലാണ് കളി പോയത്. മെസ്സി എന്ന ലോകോത്തര താരം അവിടെ മികച്ചൊരു മുന്നേറ്റം നടത്തിയതായിട്ട് പോലും നമുക്ക് കാണാൻ പറ്റിയില്ല. മുൻ മത്സരങ്ങളിലൊക്കെ അത് കണ്ടിരുന്നു. മെസ്സി എന്ന ലോകോത്തര താരം തീർച്ചയായിട്ടും ഫുട്ബോൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും മികച്ച കളിക്കാരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അത് ആദ്യ 5-ൽ തന്നെ വരുന്നൊരു വ്യക്തിയാണ് മെസ്സി. ആ കാര്യത്തിലൊരു സംശയമില്ല. അർജന്റീന എന്ന ടീമും ഫുട്ബോൾ എന്നതൊരു വികാരമായിട്ട് കണ്ടു നടക്കുന്നവർക്ക് ബ്രസീലും അർജന്റീനയുമൊക്കെ അവരോടൊക്കെ എത്ര എന്താ പറയുക, ഫാൻസിൻ്റെ ആരാധക രീതി നോക്കുമ്പോൾ എതിരാളികളാണെങ്കിൽ കൂടിയും അവരെയൊക്കെ മാനിക്കുന്നവരാണ്. അതിപ്പോൾ ബ്രസീൽ ആരാധനാണെങ്കിലും ശരി, അർജന്റീന ആരാധനാണെങ്കിലും ശരി. പക്ഷേ ആ ഒരു തലവും കഴിഞ്ഞിട്ട് കൂടുതൽ ട്രോളുകൾ, പരിഹാസങ്ങൾ അർജന്റീനയും അതേപോലെ തന്നെ മെസ്സിയുമൊക്കെ ഇപ്പോൾ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവരല്ല, അവരുടെ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന വെട്ടുകളിക്കൂട്ടവും അവരുടെ കയ്യിലിരിപ്പും കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഈ 2000-ന് ശേഷം, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ 2000 എന്ന വർഷം പിറന്നതിന് ശേഷം ഇതുവരെ ഇപ്പോൾ 2026 വരെ ഉള്ള മത്സരങ്ങളിൽ വേൾഡ് കപ്പിൽ 3 തവണ ഫൈനൽ കളിച്ച ഒരു ടീമാണ് അർജന്റീന. പിന്നെ മറ്റൊരു ടീമുണ്ടെങ്കിൽ അത് ഫ്രാൻസ് മാത്രമാണ്. ആ 2 ടീമുകൾ മാത്രമാണ് ഈ 26 വർഷത്തിനിടയ്ക്ക് 3 തവണ ഫൈനൽ കളിച്ച 2 ടീമുകൾ, 2 രാജ്യങ്ങൾ. അപ്പോൾ അവരെ മോശമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും മികച്ച ടീമുകൾ തന്നെയായിരുന്നു. പക്ഷേ ഫൈനൽ നമ്മൾ ആഗ്രഹിച്ച പോലുള്ളൊരു ഫൈനലല്ല വന്നത്. പന്തടക്കത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ആളുകൾ പറയുന്ന പോലെ ടിക്കി ടാക്ക എന്ന കളിയൊക്കെ വെച്ചിട്ട് ശരിക്കും മെസ്സിനെയും മെസ്സിയുടെ കൂട്ടാളികളെയൊക്കെ സ്പെയിൻ അട്ടപ്പടലം പൂട്ടി എന്ന് തന്നെ പറയാം. 90 മിനിറ്റും അവർക്ക് ഒരു ഗോളടിക്കാൻ പറ്റിയില്ല. കളി അധിക സമയത്തിലേക്ക് പോവുകയും സ്പെയിൻ ഒരു ഗോൾ അടിക്കും. നമ്മൾ പ്രതീക്ഷിച്ച എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സ്പെയിൻ ഒരു ഗോൾ അടിക്കുകയാണെങ്കിൽ പിന്നെ മറ്റുള്ള ടീമുകൾക്കെതിരെ അർജന്റീന തിരിച്ചു വന്ന പോലൊന്നും സ്പെയിൻ്റെ അടുക്ക് നടക്കില്ല. കാരണം സാധാരണഗതിയിൽ ഫുട്ബോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ പ്രതിരോധത്തിന് ഏറ്റവും പേര് കേട്ടത് ഇറ്റലിയാണ്. ഇറ്റലി കുറച്ച് കാലമായിട്ട് ഫുട്ബോളിലില്ല, ലോക ഫുട്ബോളിലില്ല.
ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ സ്പെയിൻ വന്നിരിക്കുകയാണ്. അവർക്ക് മികച്ച മുന്നേറ്റ നിരയുണ്ട്, അതിനൊപ്പം തന്നെ അവരുടെ പ്രതിരോധം കടുകട്ടിയാണ്. ആകെ ഒരു ഗോളോ മറ്റെന്തോആണ് അവർ ഇതുവരെ വഴങ്ങിയത്. അപ്പോൾ അവരൊരു ഗോളിന് ലീഡ് വന്നാൽ പിന്നെ അർജൻറ്റീനയല്ല, മെസ്സിയല്ല, ഇനി 2 മെസ്സി ഉണ്ടെങ്കിൽ കൂടിയും പറ്റത്തില്ല എന്നുള്ള കാര്യം ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല ബ്രസീലിൻ്റെ ഒറിജിനൽ റൊണാൾഡോ ഉണ്ട്, 2002 അവർക്ക് കപ്പ് നേടിക്കൊടുത്താൽ. അദ്ദേഹം ഈ ഫൈനലിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു സാധ്യത സ്പെയിനാണ്, സ്പെയിൻ ഒരു ഗോളിൻ്റെ ലീഡ് എടുക്കുകയാണെങ്കിൽ പിന്നെ അർജൻറ്റീന തിരിച്ചു വരാൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞിരുന്നു. മെസ്സിയോട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും വിരോധമൊന്നുമില്ല. മെസ്സി എന്ന കളിക്കാരനോട് ബഹുമാനവും ആദരവൊക്കെ ആ മനുഷ്യനുണ്ട്. മെസ്സി മികച്ച കളിക്കാരനാണ്, ഇതേപോലൊരു കളിക്കാരൻ ഇപ്പോൾ നിലവിലില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെയാണ് ഇത് പറയുന്നത് സ്പെയിനാണ് സാധ്യതയെന്ന്. അത് അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ MABയുടെ വിലയിരുത്തൽ അതിൻ്റെ പൂർണ്ണതയിലെത്തിയില്ല. അവരുടെ വിലയിരുത്തൽ ഇങ്ങനെയല്ല, കുറച്ചുകൂടെ ജനാധിപത്യവും ഏകാധിപത്യവും അതുമൊക്കെ കലർത്തി, വർഗാധിപത്യവും കൊളോണിയസും ഒക്കെ കലർത്തി പറഞ്ഞാൽ മാത്രമേ അതൊരു ഇടതുപക്ഷ വിശകലനമാകുകയുള്ളൂ. ആ കാര്യത്തിലും MABB ആ നിലവാരത്തിലേക്ക് എത്തിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അർജൻറ്റീന ഫാൻസ് ഈ വികാരപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് കളിയായിട്ട് കണ്ട്, ഈ ട്രോളാണെങ്കിലും പരിഹാസമാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് അതിൻ്റെ അപ്പുറം കൊടുത്തിട്ടുള്ളൂ, അതിപ്പോൾ തിരിച്ചു കിട്ടുന്നു എന്ന രീതിയിൽ മാത്രം കാണുക. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ടീമില്ലായിരുന്നു. ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ടീമുകൾ, കളിക്കാർ, അവരെയൊക്കെയാണ് നമുക്ക് ഇഷ്ടം. അത് ഏത് ടീമാണെങ്കിലും ഏത് കളിക്കാരനാണെങ്കിലും അത്രയേ ആകാവൂ.